പറഞ്ഞത് കാര്യ ഇപ്പോഴത്തെ ചെറുപ്പക്കാരെ ഇങ്ങനെ പറ്റിച്ചു ഉറക്കില്ല. അപ്പോഴേ അമ്പലത്തിൽ കയറുമ്പോ നന്നായി സൂക്ഷിക്കന്നെ വേണം കേട്ടോ. അല്ല നമ്പൂരാരെ കാര്യം തന്നെ ഇപ്പൊ മഹാപപ്പേ കിടക്കണേ. പിന്നണ്ടേ പുറത്തുള്ളവർക്ക് നേരെ ആവണു. അതൊന്നും സാരല്ലയോ. ഓരോ കാലത്ത് ഓരോരോ മാറ്റങ്ങളുണ്ടാവുമല്ലോ. 51 തിരുനാവായ ദിവസത്തേക്കല്ലേ മാപ്രാണന്റെ മടിച്ചിൽ ഒരു പുകല കൃഷ്ണൻ കണ്ടു. ആളും ലഹളയായിപ്പോ മടിശ്ശേരിക്ക് ഉടമസ്ഥല്ലേണ്ടേന്നൊക്കെ കേട്ടിട്ടുള്ളത്. അല്ല ഇപ്പോഴധികം മുറുക്ക് ധാരാളമായില്ലോ. മുറുക്കാനല്ല കാപ്പി പേശ വട്ടേ. അതെ അതെ, കാലം പോലെ ഓലം കിട്ടുന്നവർക്ക് അതൊന്നും നോക്കാൻ ചെയ്യും. അല്ല ഒരിക്കലും എന്താ ശീലിച്ചതേ പാലിക്ക് അങ്ങനൊന്നില്ലേ? കൽപ്പിച്ചൊല്ലി ചെയ്ത് പരാർത്ഥം കാലാനുകൂലവും കലി തടഞ്ഞല്ലേ? അതെ അതെ, അവിടേക്ക് ഇരിക്കാം. കഴിഞ്ഞ അപ്പ അവിടെ നീങ്ങണട്ടോ. ചോദിക്കാൻ പറഞ്ഞത് എന്താ മനസ്സിലായോ? ആവശ്യമില്ലാണ്ട നമ്പൂരിമാരുടെ മുമ്പിൽ ഇരിക്കരുത്. അതാ. അപ്പോ ഏതൊക്കെ ഇപ്പൊ നോക്കാൻ നിശ്ചയിച്ചിരിക്കണത്? പുതുതായിട്ട് ഇപ്പൊ ഒന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. എല്ലാം കൊണ്ടും ഉള്ളേ ഭേദം കറക്കടാമെന്നത് തന്നെയാണ്. അപ്പൊ ഏതൊക്കെയാ മുമ്പ് നോക്കിച്ചത്? കാരക്കുഴി തെക്കേടം, കാവലശ്ശേരി കുന്നം, മധുരാങ്ങലം, പിന്നെ ഈ കർക്കിടാമെന്ന്. ഒരു കാരക്കുഴി ജാതകം ഉത്തമമായിട്ട് എടുക്കാം. പക്ഷെ ആ വിദ്വാൻ രണ്ടാം വേളി ഭാവല്ലേ. കാവലശ്ശേരിക്ക് മധ്യമായിട്ട് എടുക്കാം. മൂത്തിന്റെ തന്നെയാണ് നോക്കിയത്. കഴിഞ്ഞുകൂടാനെങ്കിൽ അവിടെ നല്ല മുതലും ഉണ്ട്. എല്ലാവരും തമ്മിൽ നല്ല ഒത്തൊരുമയും പ്രായം ചെറുപ്പം. അങ്ങനെയൊക്കെ നോക്കുമ്പോ എല്ലാം കൊണ്ടും ഉത്തമ. പക്ഷെ അവര് ആഢ്യന്മാരല്ല. വളയും കുറയും മാറിയിട്ട് പെൺകൊട ഇവിടുന്ന് കീഴ്ക്കട ഉണ്ടായിട്ടില്ല. ഇനി ആലോചിക്കാന്ന് വെച്ചാലോ അകത്തുള്ള ആൾക്കാരത്ര സമ്മതമല്ല. പിന്നെ ഒന്ന് മധുരാങ്കത്തെ, അത് ഞാൻ അത്ര കാര്യമാക്കിയിട്ടില്ലയോ. കുഞ്ചു വെച്ചേ ഒരിക്കലും നോക്കിച്ചു എന്ന് ഇങ്ങനെ പറയുണ്ടായി. അതാ പറഞ്ഞ നോക്കിയിട്ട് കാര്യമില്ല. ആ മാധവല്ലേ മാധവൻ, അയാളുടെ ജാതകം അത്ര നോക്കി. മാധവനോ? അയാള് നാലാമനല്ലേ? നാലാമൻ. ജാത്യം ജാത്യം അച്ചമ്പുരി അത്രയ്ക്ക് അരിയൻ. വസ്തുതല്ലേ പറയണ്ടു. അയാളുടെ ജാതകം ഒരിക്കൽ ഞാനും കാണണ്ടായി. കുറെ ഏറെ വിശേഷമുണ്ട്. ഗ്രഹങ്ങൾ 3 ഉച്ച, 4 ചന്ദ്രൻ, 7-ാമടുത്താണെങ്കിൽ ശുഭന്റെ ദൃഷ്ടി. അല്ല ഇവിടെ പശ്ചിമൂട്ടങ്ങനെ നോക്കിച്ചല്ലോ. ഇത്ര ഒത്തൊരു ജാതകം വേറെ കാണുണ്ടായിട്ടില്ല. ഉൾത്ര നാളെ നോക്കിയില്ല. തിരോണം നാളായിട്ടുള്ള ജാതകം അടിയൻ നോക്കി. മഹമ്പ്ര നോക്കിച്ചല്ലേ? അതന്നെ അതന്നെ. അടിയന്റെ പഴമനസ്സില് നല്ല ഓർമ്മയുണ്ട്. ജാതകത്തിന്റെ ഫലം നോക്കിയാൽ ഈ മലയടിച്ചിൽ നടക്കണം. നടക്കേ? എപ്പോഴേ നടക്കണം നടക്കണം എന്നാണ് പറഞ്ഞാ മതിയോ? അത് എങ്ങനെയാ നടക്കുക? അതിന്റെ ഒന്നും ഇല്ലാവോ? മാധവനെ നാലാമനാ, നാലാമൻ. അങ്ങനെ ഉണ്ടാവാൻ പാടില്ലല്ലോ. എന്നാൽ പാപന്റെ പകർച്ച 9-4 ആയതുകൊണ്ട് രണ്ടും കൽപ്പിക്കാൻ പാടില്ല. അയാളൊരു പരിവേദനക്കാരല്ലെങ്കിൽ ഇവിടെ ആർക്കും ഒരു സംശയമില്ല. അല്ല പ്രകൃതിക്ക് ഇത്ര ഗുണമുണ്ടായിട്ട് ചെറുപ്പക്കാരുടെ കാണാൻ പ്രയാസ. ശുദ്ധാശുദ്ധത്തിന്റെ കാര്യത്തിൽ പരിഗണന. ബാക്കി ഒക്കെ നല്ല. ഞാൻ രണ്ടാമത് ചൊല്ലിക്കൊടുക്കുക അങ്ങനെ ഉണ്ടായി. പഠിക്കുമ്പോഴത്തെ തോന്നാതെ ഇല്ല, പഠിച്ചാട്ടും മറക്കൂല. ചോദിക്കാണ് മാധവനെ പറ്റി ഒട്ടും കുഞ്ഞിതപ്പെടണ്ട. അയാള് കണക്കിലാവും. സ്വഭാവത്തിന്റെ പാകതയ്ക്ക് കുറെ ഏറെ വിശേഷമുണ്ട്. ഒട്ടും
ഒട്ടും അധിക പ്രസംഗമില്ല, ഒതുങ്ങിയ മട്ട. പിന്നെ എന്താ, സ്കൂളിൽ പോകണുണ്ടെന്നല്ലേ ഉള്ളൂ. കാലം കൊണ്ട് അത് കുറേശ്ശൊക്കെ വേണ്ടി വരുമോ? ഇല്ല, സ്കൂളിൽ പോകണുണ്ടോന്നല്ലേ ഞാൻ പറഞ്ഞ. ആൾക്ക് ഞാൻ ചങ്ങല കഴിപ്പിച്ച് വിട്ടുണ്ട്. ഒരാൾക്കും ഒരു വകതിരിവായിട്ടില്ല. മാധവനാച്ചാൽ അങ്ങനെയല്ല. ഒരു മുറ കൂടി ചൊല്ലിയാൽ പദം കട്ടിയായി, സംശയത്തിൽ പിഴയില്ല. കീഴ്പ്പെട്ടാച്ചാൽ ബഹുവാസന. അവിടെ ഇവിടെയും പോയി ഇങ്ങനെ താമസിക്കുക, അതും ഇതൊക്കെ ഇങ്ങനെ വായിക്കുക. അങ്ങനെ ആയാൽ ആയോടത്തോളമൊക്കെ കളഞ്ഞ് കുളിക്കൂലോ എന്നുള്ളൊരു കുടിഹിതം മാത്രമേ ഉള്ളൂ. ആ, നന്നാവാനും സുഹൃതം വേണം. പുരുഷ ജാതകത്തിലെ ജനനരാശി കർക്കട. ഉത്തര കർക്കടാകുന്ന തന്നെയല്ലേ ഇപ്പൊ നോക്കിയേ? ഞാൻ അച്ഛൻ തമ്പ്രാൻ തന്നെയാണ്. അപ്പൊ ഈ ലഗ്നം കർക്കിടക ഫലം സൂര്യൻ കർക്കടകയിൽ നിൽക്കും വിഷയത്തിങ്കൽ അങ്ങനെയാണോ? പ്രാസൂയത ആത്മജം എന്നാണ് വരാഹമിഹിന്ന മതം. പ്രാസൂയത കില ആത്മജം എന്നെഴുതി കില ശബ്ദം കൊണ്ട് സന്തതി ഉണ്ടാവും, വിരോധമില്ല. ഉണ്ടാവുന്നോട്ടില്ലേ? എങ്കിലും മന്ദേ കർക്കിണി പുത്രകേ ബഹുസുത സൗമ്യേ തഥാത്മാത്മജ എന്ന് പരാശരനും പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ ജാതകം പരഹിതത്തിലെ ഉത്തമമായിട്ടിടുക. അപ്പോ ആയുർബലല്ലേ ആദ്യം അറിയേണ്ടത്? ആയുപ്പിബന്ധി നവകുംഭവദസ്മദീയ എന്ന ആർഷത്തിലും ജരേയം പിശാജീവഹ ജീവിതോമേ എന്ന ജുജുസൂത്രത്തിലും കാണാണ്ട്. അതുകൊണ്ട് തുലാദോ രാത്രിയേറുന്നു പകലൊന്നത്ര കുറഞ്ഞിടും എന്ന് കലിയുഗത്തിൽ കൽപ്പിക്കേണ്ടതുള്ളൂ. അതങ്ങനെയാ. ചേനോയ്ക്കിനെ 103-ാമത്തെ വയസ്സിലാ മരിച്ച. അല്ല, പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിട്ടേക്കോ. ഈ സ്ത്രീജാതകത്തിന്റെ സ്ഥിതി എന്താ, അത് നോക്കുണ്ടായോ? നോക്കി തമ്മിൽ തട്ടിച്ച് നോക്കുമ്പോ കേടില്ല തന്നെ എവിടെ ഉള്ളത്. കുജൻ ഉച്ചസ്ഥിതനാണ്. പാപന്റെ സ്വാപഹാരം ഇടവ സംക്രമത്തോട് അവസാനിച്ചു. ജാതസ്യഹി ധ്രുവോ മൃത്യു എന്നുള്ളത് മകീരം 3-ാം കാലിൽ നിൽക്കുന്നിടത്തോളം നെടുങ്കല്യത്തിന് നാശം ചെയ്യാം. നെടുങ്കല്യത്തിലെ കാര്യമാണല്ലോ ആദ്യം അറിയേണ്ടത്. അപ്പൊ വഹിക്കാൻ കർക്കിടകമൊക്കെ ഇടാൻ നിശ്ചയിക്കല്ലേ? അങ്ങനെയാവട്ടെ, വേഗം കഴിയാണ് വേണ്ടത്. ഉൾത്തറ ചാർത്ത് ഉണ്ടാക്കി ഓയ്ക്കനെ വായിച്ച് കളിപ്പിച്ചത് അട്ടണ്ണാനോട് ഏൽപ്പിച്ചതാ. ഒന്നും എടുത്തല്ല. അതെ, മേഡം ആദ്യം തന്നെ കഴിഞ്ഞോട്ടെ കേട്ടോ. അതെ അതെ, ചട്ടിമായൊക്കെ ധാരാളം കാലാണ്, അതുകൊണ്ട് ശേഷം ചെയ്യും. അപ്പോഴേ നാളിന് തകരാറൊന്നും വരില്ലല്ലോ എന്ന്. ഓ, ഞാൻ അകത്തൊന്ന് ചോദിച്ചല്ലേ. ഓ കുഞ്ചു, തിരുവോണ നാളെന്ന് പറഞ്ഞേക്കേ. അപ്പോഴേ ഉൾത്ര നാളെ തിരുവോണ അത്രേ. അപ്പോ എത്രാം തീയതി തിരുവോണം വരിക? ഇന്ന് 7-ാം തീയതി. 4-ാം തീയതി ക്രിക്കറ്റ വാരം, 5ഉം 6ഉം ദിവസം ഇറക്കാത്ത. എന്നാൽ 11 കഴിഞ്ഞു എന്ന് വരുമല്ലോ. അതുകൊണ്ട് 11-ാം തീയതിയാണ് നിശ്ചയിക്കാം. അങ്ങനെ ആവട്ടെ. എന്നാൽ അടിയൻ ഓ ഓ എന്നോട് ഞാൻ 2 വേണമെന്ന് പറഞ്ഞിരുന്നല്ലോ. നീ എന്നെ കളിപ്പിക്കുകയായിരുന്നല്ലേ അമ്പട ഹേമ. ഒരാൾക്കെന്തിനാ 2 ചൂട്ട്? അപ്പൊ ഒന്നുകൂടെ പിടിച്ചു എന്നൊക്കെ ഇങ്ങനെ ഈ ചൂട്ടറിലെല്ലാം ഒരു പണി. ദൂരത്തേക്കുള്ള യാത്രയാണ് തോന്നുന്നുണ്ട്. പക്ഷേ അല്ല അങ്ങനെ ഉണ്ടായി. അല്ല എങ്ങട്ടാ മനസ്സിലെന്താ തീരുമാനമായത്? ആ കർക്കടമൂന്നത്തെ അച്ഛനമ്പൂരില്ലേ അങ്ങടഞ്ഞ അല്ല ആ തിരുമേനിയുടെ
സന്ധ്യാവോളം അരിഞ്ഞു കിട്ടിയതാണ് ഈ കാണുന്നത്. ഒരു തുള്ളി വെള്ളം കൂടി മോന്തിയിട്ടില്ല. തമ്പ്രാക്കള് വെല്ലിച്ചും വരും. ഈ പെരുവഴിയിലിരുന്ന ഒക്കെ മറ്റുമുട്ട പോവന്നെ. യോ നീ എത്രത്തോളം വന്നു അത് പറ. ആദ്യം അങ്ങോട്ട് കായ്ക്കൊന്നും വന്നില്ല പ്രാണ. ആദ്യം വന്നിടത്തതാ അവിടെ തുപ്പി എടുക്കണം. കയ്യില് ഒരാടി വെച്ചിട്ടില്ല പ്രാണ. ശുദ്ധൻ വാരച്ചപ്പോലെ വഴിയിൽ തുപ്പ്. പോകലെ പോ. ഓ ഏടക്കാ പ്രാണ മാറിക്കണ്. പിന്നെ നിന്റെ വൈക്കാര് വന്നിട്ട് പ്രാണ ചോളം അങ്ങെടുക്ക ഇവിടെ ഒന്നും മാറിക്കാൻ വൈയില്ല പ്രാണ. ഏറ്റിട്ട വരണേ. ആഹാ ഞാൻ വഴി മാറി തരേ. അയത്തഴിഞ്ഞേ വേളൂ. അയത്താക്കണമെന്നില്ല പ്രാണ. അവിടെ ഇറങ്ങി പോ. നീ എന്താ പ്രാണ അത്? അടിയാണ്ട് പോട്ടേന്ന് നിങ്ങളോട് അവതാരിച്ചിരിക്കാൻ വയ്യ. നേരെ മോന്തിയായി. നാളെ രാവിലെ ആവട്ടെ. ആ പാറങ്ങോടെ കാട്ടുന്നതിനെ കുറുമ്പ് ഞാൻ മാറ്റി തരാം. ഇതെന്താ പ്രാണ അത്? അടിയാണ്ട് പോട്ടേന്ന് ഈ തമ്പ്ര എന്താ പറയുമ്പോഴൊക്കെ തിന്നാൻ വരുന്നത്. അടിയങ്ങളും മനുഷ്യന്മാരില്ല പ്രാണ. തിന്നെ അയത്തായിട്ടോ. പോകലെ പോ. ഏട്ടോള് ഒച്ചാറ്റ വഴി മാറൂല്ല. മുണ്ടും മുക്കാതെ കഴിക്കാൻ നിരിച്ചു. പഴുത്തായില്ലേ എന്നൊരു ശങ്ക. ഇപ്പൊ പറ്റിയോ പുളി? ആട്ടെ അടി അളന്ന് നോക്കുക. അതാ അതിന്റെ ഒരു സുഖം. കണ്ടില്ല അശീരം കള കളാണിങ്ങനെ തുപ്പി നശാക്കണം അവിടെ. 32 നാമല്ലേ കുറവ്. ചോദ്യോ അത്രയും കുറുമ്പാന്ന് പറഞ്ഞാൽ ഇപ്പൊ ചോദ്യോ ചെറുമയോ ആര് കണ്ടു? ആട്ടെ വസ്ത്രം വലിയോണ്ട് വാരിത്ത് വയ്ക്കാം. കിടപ്പും അവിടെ ഒപ്പിക്കാലോ. ആവതി കിങ്കരണീയം സ്നാനം പഞ്ചവിധം പ്രോക്തം എന്നൊക്കെയാണല്ലോ പ്രമാണം. ी
പോലെയൊക്കെ നാളെയും തരായാ മതിയായിരുന്നു. രാവണേ ഈശ്വര. ഇടിച്ചാകരപ്പന്റെ വലി തുടങ്ങി. മാഹാപുരുഷേരി കാസണ്ടൊക്കെ തീർച്ചയാക്കി എല്ലാവരൊക്കെ ഉണ്ടാവുന്നു. അതെ അതെ. വലിയ ഗംഭീരാവണ്ടേ. ഓ അപ്പൊ ഓയ്ക്കൻ എന്തായാലും വാരസദ്യ കേമായി. മാങ്ങാപുളിശ്ശേരി മനസ്സിലായി. അല്ല എല്ലാം ഉണ്ടല്ലോ അല്ലേ? ഓ അപ്പോഴേ വിളയൂര പെൺകുട ദേശം ഉറപ്പിച്ച മട്ടായി. അല്ല അത്താഴം കഴിഞ്ഞ് പറയണ്ടെന്ന് വെച്ചോളൂ. അതുവോ ആട്ടെ എങ്ങടാ? കർക്കടാകുന്നത്തേക്ക് തന്നെ അടിച്ച കർക്കടത്തിനോ? ശിവ ശിവ. ഓ അപ്പൊ കർക്കടം അതും തട്ടിയില്ലേ? ആട്ടെ എത്ര സീതനം? 5:45. 5:45 ചിറ്റൻ ചേർന്നാലും പുറമേ 4 2 6 പണം ഉറച്ചു. ഒരു പക്ഷെ 8 ഉണ്ടാവില്ല. കർക്കടത്തിന്റെ അവസ്ഥയ്ക്ക് അത് വേണേ. ആട്ടെ ഓയ്ക്കൾ കർക്കടത്തിന് എത്രയായി? ഷഷ്ടിപൂർത്തി കഴിഞ്ഞു. അപ്പൊ ഓയ്ക്കൾ ഇപ്പോ വടുക്കിനെയൊക്കെ ഒന്ന് പൊളിച്ചു പണിയണ്ടല്ലേ? കാര്യല്ലേ പറയണ്ടു. അർക്കടം ഒപ്പിക്കണൂല. ഭാഗ്യാണ്. ആട്ടെ ആ കുഞ്ചു സമ്മതിച്ചോ? ആ കൂടെ സമ്മതിക്കണം. അച്ഛമ്പൂരിക്ക് ഒന്നും പിഴക്കില്ല. അല്ല കർക്കടത്തിന് എന്താണ് ആഠ്യനാണ്. വളയും കൂടി മാറണ്ട. ചങ്ങനെയും പതുവച്ചാലോ കടി കട്ടി ഹോമാചാരണ്ട. സന്ധ്യ മുട്ടാറില്ല. ഒരിക്കൽ പിന്നെ സാരെന്താന്നുള്ളത് വെച്ചാ വയസ്സായിന്ന. അതുകൊണ്ടൊരു സുനിയോ വേളി സന്തതിക്കായിട്ടൊന്നുമല്ലല്ലോ. ഇഷ്ടാകരപ്പൻ പണം കർക്കടം വാങ്ങിട്ട് പെണ്ണിനെ വേറെ കേട്ടോണ്ട് കൊടുത്തോട്ടെ. കർക്കടത്തിന് പണല്ലേ വേണ്ടു. തുടങ്ങി തർക്കുത്തരം പറയല്. പണ്ടവർക്ക് അങ്ങനെ ഒന്നുമില്ല. എന്തും പറയാം, എന്തും കാട്ടാം. ഒരിക്കൽ കേട്ടില്ലേ ആ ഉണ്ണിയമ്പുരാരുടെ കടലാസില് തീവണ്ടിയിൽ വെച്ച് കാപ്പിനോ കുടിക്കാനോ കുടിച്ചൂന്നോ ഒക്കെ ഉണ്ടത്രേ. കുടിച്ചോ അതാ കേക്കണം. ഈ കടലാസിൽ കാണുന്നതൊക്കെ പൊളിയാന്നാ ഞാൻ ധരിച്ചേർന്നൊക്കെ ശരിയാക്കണേ. കാട്ടുക എന്നത് പറയാ. അങ്ങനെ ഇല്ല അപ്പുറത്തെ ഉണ്ണിയമ്പുരാർക്ക്. അത്രയും പോരാ, വേളിപ്പരസ്യം ഉണ്ടത്രേ. പരസ്യമായിട്ട് ഇങ്ങനെ വേക്ക് അന്നെ പറഞ്ഞ ചീത്തയായില്ലോ ഈ വിദ്വാന്മാരെയൊക്കെ ഒരു ബുദ്ധി. കൂടാണ്ട് കഴിയോ? ഇടിച്ചാക്കരപ്പനെ പോലുള്ളവരെ പെൺകിടാങ്ങളെ എങ്ങനെ കൊടും കലോ അട്ടിയട്ടി വെച്ചമാര് വേട്ടുകൂട്ടിയാലേ ബാക്കിയുള്ളവർക്കും കഴിഞ്ഞോടില്ലേ? അപ്പൊ നിന്നെ നിലനിട്ടുണ്ടാവും. അത്ര തന്നെ. പരേശ്വരൻ ആ ഉണ്ണിയമ്പുരാനെ വച്ചാന്ന് എനിക്ക് നിശ്ചയുണ്ട്. തന്റെ മഹൻ ആ വഹക്കാരുടെ കൂടെ കൂടിയ പിന്നല്ലേ കാനാ പക്ഷായത്. എന്റെ ഇന്നത്തെ വല്ലവരാണെന്ന് കാണിച്ചു കൊടുക്കാറുന്നു. പഠിക്കകത്താണ് കഴിക്കില്ല. എല്ലാവർക്കും വേക്കണത്രേ. കാമപ്രാന്ത് പിടിച്ച് ഓരോന്നിങ്ങനെ പറയാനല്ലാതെ മതി മതി. എന്റെ മക്കളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. അതാണ് കഴിയട്ടെ. ഇടിച്ചാക്കരപ്പന്റെ മാനല്ലേ? നേത്തന്മാരെ പോലെ സീക്രട്ടും വലിച്ച് സൂപ്രണ്ട് ഇങ്ങനെ നടക്കണത്. അല്ല കാമപ്രാന്തില്ലെങ്കിലേ പിന്നെ എന്തിനെത്ര വയസ്സായിട്ട് വേണ്ടത്? ഉണ്ണിയമ്പരാര് പരക്ക വേട്ടാല്
നിങ്ങളെ പോലുള്ള ചിലവർക്ക് ഈ തോന്നിയാസത്തിന് തരാവില്ല. ആ പേടിയല്ലേ നിന്റെയൊക്കെ പിന്നില്. മതി മതി, എനിക്ക് നിശ്ചയം. ഞാൻ എത്ര വേണ്ട തനിക്കാൻ താഴെ. ഞാനേ ഈ വയസ്സ് കീഴില് 7 പേരുണ്ട്, അത്രേ ഉള്ളൂ. അതിന് 4 അർത്ഥു സിദ്ധി കൂടി 3 സമ്മതമുണ്ട്. തരായ നീ പറ്റിക്കും. ഇതേ ഇടിച്ചാഗ്രഹത്തിന് മറ്റുള്ളവർ കുടുംബ കുടിക്കണതും സീക്രറ്റ് ഒഴിക്കലും ഒക്കെ വലിയ വിരോധ. അഗ്നിസാക്ഷിയെ വേണ്ട ആത്തേമാരോട് അടുത്തിരിക്കുമ്പോഴും സംബന്ധവനും നാണല്ലേ. എന്താ മുഖത്ത് തുപ്പ? എന്താ പൊട്ടൻ സോമനത്തെ തിരിച്ചോ മുഖത്തോട് തുപ്പാൻ? എന്നോട് കളിച്ചാണ്ടല്ലോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അന്യായം കൊടുക്കും. അന്യായം കൊടുക്കാൻ മതി മതി, ഒപ്പത്തിനൊപ്പം പറഞ്ഞാ മതി. നിങ്ങളുടെ ഒരു ധർമ്മം എന്ത് ധർമ്മ സംബന്ധം പണ്ടയ്ക്ക് പണ്ട നടക്കുള്ളതാ. കുടുംബങ്ങൾ എങ്ങനെയാ? അത് ധൂർത്താണ്. ആ വഹത്താനെ കണ്ട കാലം തൊട്ടാ കുളിക്കണം, നിരീച്ചാ തന്റെ ഭാവം. കുടുംബം ബ്രാഹ്മണർക്ക് നിഷിദ്ധ. എന്റെ മകനായാലും ശരി, ഏട്ടന്റെ മകനായാലും ശരി, കാര്യത പറയണ്ടോ ഞാൻ കാലം പൊട്ടിക്കും, അടിച്ച് പൊറാൻ പൊടിക്കും, സദാരിച്ച് കണ്ണാൻ പൊട്ടിക്കും. സത്യം ഇടിതാകരപ്പനാ കളി പരേശ്വര, അത് വേണ്ട. ഇടിതാകരപ്പന ശരിക്കും അറിയില്ല. ഓ ശിവ ശിവ, കഷ്ടത്തിലായി. അവിടെ നിന്ന് തന്നമാരിയായി അവിടെ നിന്ന് തന്നമാരിയായി ഇപ്പൊ ഏതാ വെളുത്തുള്ളൂ. അല്ല ഇട്ടക്കയിൽ എന്ത് എന്നോട് മത്സരിക്കാൻ വരണ്ട. അതെ എന്താ എന്റെ ഇല്ലത്തുനിന്ന് കൊണ്ടുവരാ. അതെ പത്തായത്തിൽ വല്ലതുണ്ടോ? തൊടിയിൽ എന്താണത്? കെട്ടില് വെള്ളം കൂടി ഇല്ല. തരണേ. അത് അതെ അരിയില്ല, വിറകൂല്ല, മുളകൂല്ല. അത് ശരി. അങ്ങനെയാ. ഇത് വലിയ വിഷമായല്ലോ. ഒരു നാഴിക ഒന്ന് തല ചായ്ക്കാന്ന് വെച്ചാ ഇവറ്റുകൾ അതിന് സമ്മതിക്കില്ല. ഈ തൊന്തരവൊക്കെ വലിച്ചെടുത്ത് ആ മൂക്കോലൊറ്റ പോയി 4 ദിവസം പാത്ത് ചത്താ മതിയായിരുന്നു. ഉപ്പില്ല, മുളകില്ല, പത്തായത്തിൽ അരിയില്ല. ഇങ്ങനെയുള്ള കടശാലങ്ങളെ കൊണ്ട് പൊതിയും. എന്റെ പഞ്ചക്കാവ് തേവരെ പറഞ്ഞു. വെറ്റിലെ കഴിഞ്ഞു. അതൊക്കെ മാറിയിട്ട് കൊത്തില്ല. വായക്കൂടെ വെച്ച
ഇല്ല പോകലാണ് അവസ്ഥി ഒക്കെ കൂടി ഒത്തും മുറുക്കാൻ ഈ ജന്മത്തിൽ സാധിക്കില്ല പോന്തോ ഇന്നലെ ഒരു കണ്ടി പോകല മേടിച്ച് ഇന്നൊക്കിപ്പോ അത് മുഴുവൻ കഴിയേ കൊന്തുവോ എന്ത് കൊന്തു ഒന്നിനെ വിളിച്ചാ കാണില്ല സാപ്പാടിന് അച്ഛ 2 നേരം കൃത്യമായിട്ടുണ്ടാവും അത് കഴിഞ്ഞ ഒരൊറ്റ ഒന്നിനും കാണില്ല ആ സത്തുക്കള് തരണ്ട മോഷ്ടിക്ക് ചെയ്യും എന്താ ചെയ്യ കൊന്തുവോ പോകലുണ്ടോ പോകല ഇത്തിരി ഇങ്ങട് കണ്ടേ ആ പറങ്ങോടനെ അവിടെ അസത്തുക്കൾ ഒരൊറ്റ ഒന്നിനും വിളിച്ചാ കാണില്ല ഊഴഞ്ഞ് ഇറങ്ങി തണ്ട പിന്നെ സന്ധ്യ ആകുമ്പോ പൈക്കളെ ആട്ടി തെളിച്ചാണ്ട് ഊഴി എന്തിനാ പറ്റൊക്കെ ചോറ് കൊടുക്കണേ അവൻ അകത്തുനിന്ന് അറളി ചെയ്തിട്ട് അടീക്കളിക്ക് വടമുണ്ടാക്കാം എന്തിനാ പത്ര അടുത്ത പൂരങ്ങണോതിക്ക് അടപ്പഴയിൽ ഉണ്ടാകാത്ര വലിയ കുഞ്ഞാത്രൊന്ന് അറളി ചെയ്തിട്ട് അവിടെ ഉണ്ടാക്കണം പൂരകണോ തെറ്റും ആയിരങ്ങളോ തെറ്റ് തോറ്റു വലിയ കുഞ്ഞാത്രനായാലും ചെറിയ കുഞ്ഞാത്രനായാലും വാര്യക്കാരെ കാണാൻ ഞാൻ വലിയ വിഷമ ആട്ടെ ഈ പോയി ആ യരോമനോടൊന്ന് ഇത്രോടെ വരാൻ പറ ഒന്നോ ഒന്ന് വരാച്ചെട്ട് അതെ അതെ ഒന്നൊക്കെ രണ്ടാമതൊരു തിരോക്കടാവര് ആര് കൂട്ടാക്കാനാ നേരം വെളുക്കുമ്പോ കുടുംബത്തുനിന്ന് ഇത്തിരി കഞ്ഞി മൂന്തി മനക്കില് വന്ന അന്ത്യാവോളം തൊയിരല്ല വിറക് വെട്ടണം കറിക്ക് നിൽക്കണം പയ്യനെ മേയ്ക്കണം വേലിപ്പഴു തളയ്ക്കണം ഇതൊക്കെ കഴിഞ്ഞ അന്ത്യാവ് വല്ലോടത്തൊത്തിരി ചുരുണ്ടൂടാൻ സമ്മതിക്കോ അതുമില്ല 3 എണ്ണത്തിനെ അകായിൽ കുടിവെച്ചിട്ട് എന്നിട്ട് എന്താ കാര്യം അർദ്ധരാത്രിയായ ആ ഷാരത്തോ വാര്യത്തോ പോവാൻ തുണച്ച് കോന്തു വേണം ഒന്നും വേണ്ടേ വേണ്ട ഈ മനക്കിലെ പണി കോന്തൂനെ കൊണ്ട് വയ്യ ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിയ എന്തുണ്ട് 72 പറ നെല്ലും 2 പണവും കൊല്ലത്തില് ഇതുകൊണ്ട് എന്ത് കാട്ടാനാ കുടുംബത്തെ എന്തെങ്കിലും ഇത്തിരി കൊടുക്കാൻ ഞാൻ ഉണ്ടപ്പോ നാക്കടിക്കും സീതെടുത്ത് ചൂലെടുക്കും ഒന്നും വേണ്ടേ വേണ്ട വല്ല പിനാക്കിലോ സിംഗപ്പൂരിലോ പോയാല് എത്ര ഭേദമുണ്ട് കണ്ടില്ലേ ആ കുണ്ടിലെ കാണാരക്കുട്ടി എങ്ങനെ കടന്ന് തിണ്ടാടി ഇറങ്ങുവാനാ ഇപ്പൊ മാസം തോറും എത്ര കാശും പണം അയക്കണത് ആ മാധവമ്മയുടെ ഭാഗ്യം ഇപ്പൊ എന്താ ചെയ്യാ ആ യരോപൻ നായർ അവിടെ ചെന്നാ കാണുവാണോ എന്തായാലും അറളി ചെയ്ത് ചെയ്യൽ പോയോക്കെ